ഇനി നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ, ഇപ്പൊ ദൈവശാസ്ത്രം കഴിഞ്ഞു, ചരിത്രത്തിലേക്ക് പോകാം. മൈലാപ്പൂരിലെ പെരിയ മലയിൽ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു ആര്? പോർച്ചുഗീസുകാര്. 1547 മാർച്ച് 22 തീയതിയാണ് പണി ആരംഭിച്ചത്. പിറ്റേ ദിവസം, അതായത് ഒരു 2-3 മീറ്റർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ പഴയ പള്ളിയുടെ ഭാഗത്ത് ആന്റണി വാസ് എന്ന ശില്പി ഒരു ചതുരക്കല്ല് കണ്ടു. മാർച്ച് 23 തീയതി ഞാൻ പറഞ്ഞല്ലോ. ഈ കല്ലിന്റെ അടിഭാഗം പുത്തൻ രക്തത്താൽ നനഞ്ഞിരുന്നു. അതായത് കുറച്ച് സമയത്തിന് മുമ്പ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോഴത്തെ രക്തം കൊണ്ട് നനഞ്ഞിരുന്നു. ഈ കല്ലിന്റെ അടിഭാഗത്താണ് മാർത്തോമാ ശ്ലീഹ കൊത്തിയിരുന്നത്. 90x95 അത്രയും വീതിയുള്ള ഒരു കല്ലാണിത്. പേത്ര എന്നാണ് അതിന് ഉപയോഗിക്കുക. പാറ എന്ന വാക്കും ചിലപ്പോൾ പറയാറുണ്ട്. പാറ, കല്ല്. ഈ രക്തം വീർത്ത കല്ലായതുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ശ്ലീഹ എന്ന് അതിന് വിളിക്കുന്നത് കൊണ്ട് അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ മാർത്തോമാ ശ്ലീഹയെ അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഈ ശ്ലീഹയുടെ പഴക്കം 7-ാം നൂറ്റാണ്ടാണെന്നാണ് നിഗമനം. പുരാവസ്തു ഗവേഷകരുടെ നിഗമനമാണ്, നമ്മൾ വെറുതെ ഊഹിക്കല്ല. ഈ മാർത്തോമാ ശ്ലീഹയുടെ അത് ഏത് നൂറ്റാണ്ടിലെയാണ്? 7-ാം നൂറ്റാണ്ടിലെ. 7-ാം നൂറ്റാണ്ട്. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണമുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സഭാവിരുദ്ധർക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ പറയണേ. പുരാവസ്തു ഗവേഷകരുടെ നിഗമനം അനുസരിച്ച് 7-ാം നൂറ്റാണ്ടിലേതാണ് ഈ മാർത്തോമാ ശ്ലീഹ. ആഗോള സഭയിൽ തന്നെ ആ കാലത്താണ് ഈ ശ്ലീഹായോടുള്ള വണക്കം ഏറ്റവും പ്രസിദ്ധമായി തീർന്നത്. 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഊർജിതമായി തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജ്ഞി കുരിശ് കണ്ടെത്തിയോട് കൂടിയാണ്. അതെല്ലാം നമ്മൾ കുരിശിന്റെ പുകഴ്ചയുടെ ദിവസം കണ്ടതാ. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ കുരിശിനോടുള്ള വണക്കം ഇങ്ങനെ പ്രസിദ്ധമായി തീരുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. ആ സമയത്ത് ഉള്ള ഒരു ശ്ലീഹയാണ് മൈലാപ്പൂരിലെ മാർത്തോമാ ശ്ലീഹ, അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കുന്ന ശ്ലീഹ. അന്നത്തെ അവിടുത്തെ ഇടവക വികാരിയായ ഗാസ്പർ കൊയിലോ, ഗവർണറായിരുന്ന ഗബ്രിയേൽ ദേ തദായിദു, ഇവര് രണ്ടുപേരും ചേർന്ന് പുതുതായി നിർമ്മിച്ച പള്ളിയുടെ മദ്ബഹയിൽ തന്നെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചു. നിങ്ങൾക്ക് പോയി കാണാം. ഈ ഞാൻ മെത്രാന്മാരുടെ പറയുന്ന ഒരു സംഗതികൾ ഒന്ന്, ഈ നമ്മുടെ ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ ക്രിസ്ത്യാനികൾ ഈ മൈലാപ്പൂരിലേക്ക് പോയി ശ്ലീഹായെ കണ്ടു വരേണ്ടതുണ്ട്, തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ സോളിഡായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. സഭയുടെ ഐക്യത്തിന് വളരെ അത്യാവശ്യമായിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ വിഷയം മാറിപ്പോണ്ട. 1552 മുതൽ 1566 വരെ, ചിലർ പറഞ്ഞ 1557 വരെ എന്നും ചില രേഖകളിൽ ഈ കുരിശ് രക്തം വിയർത്തു. പിന്നെ 1599 ഉദയംപേര് സൂനദോസ് കൂടിയ വർഷമാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം ഈ ശ്ലീഹ കുരിശ് രക്തം വിയർക്കണമെന്നാണ് എന്റെ ഒരു ഊഹം. എനിക്ക് തെളിവൊന്നുമില്ല. അന്ന് രക്തം പുരണ്ട സങ്കീഞ്ഞ് എന്ന് പറഞ്ഞാല് കാസ തുറക്കാൻ ഉപയോഗിക്കുന്ന പ്യൂരിഫിക്കേറ്റർ ഉണ്ടല്ലോ, അത് ആ സങ്കീഞ്ഞ് കൊച്ചി മെത്രാൻ അയച്ചു കൊടുത്തു. കൊച്ചിയിൽ നിന്ന് അത് ഗോവ മെത്രാപ്പോലത്തേക്ക് അയച്ചു കൊടുത്തു. അവിടെ നിന്ന് 1603 പോർച്ചുഗീസിലെ മാർഗരറ്റ് രാജ്ഞിന്റെ പക്കൽ എത്തിച്ചു. 1800 വരെ ഇടയ്ക്കിടയ്ക്ക് ഈ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരുന്നു. 1800 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രക്തം വിയർക്കേണ്ട കാര്യമില്ലെന്ന് മാർത്തോമാ ശ്ലീഹയ്ക്ക് തോന്നിക്കാണും. കാരണം എന്താ? സഭ പതുക്കെ സ്വതന്ത്രമാകാൻ തുടങ്ങിയിരുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരുന്നു. ഇത് സമയാസമയങ്ങളിൽ റോമയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റോമ ഈ അത്ഭുതത്തെ അംഗീകരിക്കുന്നതും ഈ തിരുനാൾ ഡിസംബർ 18 തിരുനാൾ ആഘോഷിക്കാനായിട്ട് റോമ അംഗീകരിച്ചതും. റോമയെ ഈ നമ്മളൊരു അത്ഭുതമായിട്ട് ഇപ്പൊ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ അത്ഭുതം നടക്കുന്നുണ്ട്. അത് റോമിൽ പ്രഖ്യാപിക്കണമെങ്കിൽ ഇപ്പൊ ലൂർദിലെ അത്ഭുതങ്ങള് പലതും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കണമെങ്കിൽ അയച്ചു കൊടുക്കുകയും അതിന് സ്ഥിരീകരണം വേണം. ഇത് സ്ഥിരീകരണമുള്ളത് കൊണ്ടാണ്, സമയാസമയങ്ങൾ അറിയിച്ചത് കൊണ്ടാണ് ഡിസംബർ 18 ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് റോം അനുവദിച്ചത്. ഇതിന്റെ ഒരു വശത്ത്, ഈ ശ്ലീഹയുടെ ഒരു വശത്ത് പാലവി എന്ന് പറയും, പഹലവി ഭാഷയിലെ എന്തോ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആലേഖനം എന്താണ്, ഈ പഹലവി ഭാഷയിൽ എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഗലാത്യ ലേഖനത്തിൽ 6:14 ഒരു സന്ദേശമാണ് അതിനകത്തുള്ളത്. ശരിക്കും ഗലാത്യ ലേഖനം 6:14 അതാണ് അതിന്റെ സന്ദേശം. പക്ഷെ നമുക്ക് അതിന്റെ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഈ ആദ്യം ഈ
പോർച്ചുഗീസുകാർക്ക് കുരിശ് കിട്ടിയപ്പോൾ അതിന് അംഗീകരിക്കാൻ ആദ്യം വിസമ്മതമായിരുന്നു. ഇതൊരു അവർക്ക് പരിചയമില്ലാത്തൊരു കുരിശ്, ഇത് പാഷാണ്ഡതയാണോ എന്നൊക്കെ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ രക്തം വിയർക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് അത്ഭുതം പല പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് അത് അവർക്ക് ബോധ്യം വന്നത്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കും ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞു, സഭ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രക്തം വിയർക്കേണ്ട കാര്യമില്ല, അത്ഭുതം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. 1653 കൂനൻകുരിശ് സത്യത്തോടു കൂടി സുറിയാനി സഭ പിളർന്നല്ലോ. ആ പിളർന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ, അവരാണ് പാരമ്പര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത്. ആ വിട്ടുപോയ സഭകളൊക്കെ, അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ലോകത്ത് തന്നെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും യാക്കോബായ സഭകളും ഒക്കെ ഈ ഡിസംബർ 18 മാർ തോമസ് ലീവായുടെ അത്ഭുത സ്ലീവായുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. 1734 മുളന്തുരുത്തിയിൽ വെച്ചുണ്ടാക്കിയ കലണ്ടറിൽ മൈലാപ്പൂരിലെ സ്ലീവായുടെ തിരുനാൾ ഡിസംബർ 18 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1734 ഇത് ഈ അടുത്ത കാലത്ത് പൗവത്ത് പിതാവും പിന്നെ കൂടപ്പുഴച്ചനും മനോരമ കൂടി ഉണ്ടാക്കിയതാണ് മാർ തോമസ് ലീവ എന്നൊന്നും പറയരുത്. ഞാൻ ഈ വർഷങ്ങൾ പറയുന്നത് അത്രയും അതിന്റെ ആധികാരികതയും പൗരാണികതയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 1844 പ്രസിദ്ധീകരിച്ച ഭാരത സുറിയാനി തക്സയില്, ഇപ്പം നമ്മൾ സീറോ മലബാർ എന്ന് പറയും, ഭാരത സുറിയാനി തക്സയില് അപ്പസ്തോലായ മാർ തോമസ് ലീവായുടെ കല്ലിന്റെ അത്ഭുതം എന്ന് ചേർത്തിട്ടുണ്ട്. പേത്രാന്ന് ബ്രാക്കറ്റില് അപ്പസ്തോലായ മാർ തോമസ് ലീവായുടെ കല്ലിന്റെ അത്ഭുതം, പേത്രായുടെ ഇല്ലേ മാർ തോമസ് ലീവായുടെ അത്ഭുതം എന്ന് ചേർത്തിട്ടുണ്ട് 1844. 1959 പൗരസ്ത്യ സ്ഥിരസംഘം, റോമായിലെ പൗരസ്ത്യ സ്ഥിരസംഘം വൈദികരുടെ കാപ്പയുടെ പുറകില് മാർ തോമസ് ലീവ തയ്ച്ചു പിടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു 1959. 1960 പരിശുദ്ധ സിംഹാസനം പ്രസാദനം ചെയ്ത സുപ്ലമെന്തും മിസ്റ്റോരിയോനും എന്ന ഗ്രന്ഥത്തില് ഡിസംബർ 18 തീയതിയിലെ മാർ തോമസ് ലീവായുടെ അത്ഭുത സ്ലീവായുടെ തിരുനാളിനുള്ള പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് 1960. 1962 ആരാധനാക്രമം പുനരുദ്ധരിച്ച് പ്രസാദനം ചെയ്തപ്പോൾ മാർ തോമസ് ലീവായുടെ ചിത്രം അതിൽ മുദ്രണം ചെയ്തിരുന്നു. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഈ മാർ തോമസ് ലീവയുള്ള കാപ്പയിട്ടിട്ടാണ് അർപ്പിച്ചത്. ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. ഈ 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ വന്നപ്പോൾ ഫെബ്രുവരി 5 തീയതി മൈലാപ്പൂരിലെ കബറിടവും ഈ പെരിയമലയിലെ മാർ തോമസ് ലീവായും ഒക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1972 ഇന്ത്യ ഗവൺമെന്റ് തോമസ് ലീഗയുടെ രക്തസാക്ഷ്യത്തിന്റെ 19ാം ചരമശതാബ്ദി അത് ആഘോഷിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ആ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് മാർ തോമസ് ലീവയാണ് 1972. 16ാം നൂറ്റാണ്ട് വരെ ഭാരത ക്രൈസ്തവ ദേവാലയങ്ങളിൽ സ്ലീവയൊഴികെ മറ്റു രൂപങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ധാരാളം തെളിവുകളുണ്ട്. ഇഷ്ടംപോലെ ഈ പോർച്ചുഗീസുകാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 16ാം നൂറ്റാണ്ട് വരെ നമ്മുടെ പള്ളികളിൽ മാർ തോമസ് ലീവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ തിരുസ്വരൂപങ്ങൾ ഒന്നും തന്നെ നമ്മൾ സൂക്ഷിച്ചിരുന്നില്ല. ഇനി തിരുനാൾ ദിവസം തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഐക്കണുകളാണ് ഉപയോഗിച്ചിരുന്നത്. മറിയത്തിനൊക്കെ ഐക്കണുകളെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നടപ്പുള്ള പൊൻകുരിശ് വെള്ളിക്കുരിശൊക്കെ ഇല്ലേ പള്ളിയിലെ പ്രദക്ഷിണത്തിനൊക്കെ, അതിലൊക്കെ ഏകദേശം ഈ രൂപമല്ലേ, ഈ തൂക്കപ്പെട്ട കർത്താവിന്റെ രൂപമല്ലല്ലോ, ഈ മാർ തോമസ് ലീവായുടെ രൂപമല്ലേ പൊൻകുരിശിലും വെള്ളിക്കുരിശിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സുറിയാനി കത്തോലിക്കരുടെ വീടുകളിലെല്ലാം മൃതസംസ്കാരത്തിന് അത്തരം കുരിശിനെ കൊണ്ടുവരിക. ഈ മരിച്ചു കിടക്കുന്ന ആൾ ഉത്ഥാനം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണത്. അവിടെ തൂങ്ങപ്പെട്ട കുരിശിലെ ഇതല്ല കിടക്കേണ്ടത്. കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് അന്ത്യമല്ല, രൂപാന്തരമാണ്. ഈ ലോകത്തിൽ നിന്നും അടുത്ത ലോകത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുകയാണ്. അതൊരു ജനനമാണ്. മരണത്തെ നമ്മൾ കാണുന്നത് ജനനമായിട്ടാണ്. സങ്കടമൊക്കെ ഉണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ജനനത്തിലും സങ്കടമുണ്ട്. കുഞ്ഞിനും സങ്കടമുണ്ട്, അത് കരയണു, മറ്റുള്ളവരും കരയണു. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ടെൻഷനുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം ചേർന്നാണ് മനുഷ്യ ജീവിതം. ഓരോ രഹസ്യത്തിലും രണ്ടും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ദുഃഖവും ഉണ്ട്. അങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ചുരുക്കത്തില് ഈ പൊൻകുരിശ് വെള്ളിക്കുരിശ് അതെല്ലാം ഈ മാർ തോമസ് ലീവായുടെ ആ പ്രതീകം അല്ലേ പലതരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് സ്ലീവായുടെ ഉപയോഗം 3 തരത്തിലുണ്ടായിരുന്നേ. ഈ പുരുഷന്മാര് കുടുമി ഉണ്ടായിരുന്നല്ലോ, ഈ കുടുമിയിൽ ഒരു ചെറിയ കുരിശ് വെക്കുന്നു പുരുഷന്മാര്. സ്ത്രീകള് അവരുടെ മാലയില് ഈ കുരിശ്, അത് വെള്ളി കൊണ്ടും ഓക്കെ, പുരുഷന്മാര് തടി കൊണ്ടുള്ള കുരിശാണ്, അവർക്ക് സ്വർണം വലിയ താല്പര്യമില്ല, കള്ളാണ് അവർക്ക് താല്പര്യം. തടി കൊണ്ടുള്ള കുരിശാണ് കുടുമയിൽ വെക്കുക.
സ്ത്രീകൾക്ക് സ്വർണമാണ് താല്പര്യം. അവര് ഈ കുരിശ് മാലയിൽ കോർത്തിടുന്നു. പിന്നെ പള്ളിയുടെ നേരെ മുമ്പിലായി കുരിശടി. ആ കുരിശടിയിൽ ഉണ്ടായിരുന്നത് മാർത്തോമാ ശ്ലീഹ കുരിശാണ്. ഈ മാനിക്കയം കുരിശ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന എറണാകുളത്ത് എത്രയോ പള്ളികളിലാണ് ഈ കുരിശടിയിൽ മാർത്തോമാ കുരിശല്ലേ വെച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിൽ പല പള്ളികളും പഴയ പള്ളികളൊക്കെ പോയി നോക്കി, അതിന് മുമ്പിലുള്ളത് മാർത്തോമാ കുരിശന്റെ രൂപത്തിലല്ലേ വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചു വന്നല്ലല്ലോ, 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ ഉള്ളതല്ലേ. മൂന്നാമത്തത്, ഈ മധുബഹയില് മാർത്തോമാ ശ്ലീഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ദൈവശാസ്ത്രവും ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് ശ്ലീഹായോടുള്ള വണക്കം. പിന്നെ നമുക്കറിയാം രാസകുർബാനയിൽ ശ്ലീഹ മുത്തിക്കലും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിഷണറിമാരുടെയും സഞ്ചാരികളുടെ ഒക്കെ വിവരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഭയിൽ ഈ മാർത്തോമാ ശ്ലീഹയുടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറയാൻ നമുക്ക് നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാശ്മീരിലെ ലഡാക്കിൽ നിന്ന് 8ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു മാർത്തോമാ ശ്ലീഹ കണ്ടെടുത്തിട്ടുണ്ട്. MST വൈദികരാണ് അത് കണ്ടെടുത്തത്. ഗോവയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച കുന്തത്തിന്റെ മുന സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്ന കൽത്തൂണില് ശ്ലീഹ കൊത്തിവെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊളിത്തൻ പള്ളി അങ്കണത്തിലെ പഴയ പള്ളിയിൽ 14ാം നൂറ്റാണ്ടിലെ ശ്ലീഹ കാണാൻ സാധിക്കും. പുരാതന നസ്രാണികളുടെ ഭവനങ്ങളിലും ഇത്തരം ശ്ലീഹകൾ കാണാം. ചുരുക്കത്തില് ഒരുപാട് പ്രാചീനമായിട്ടുള്ള സംഗതിയാണിത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് പിന്നെ ചിലര് ഇത് മാനിക്കയൻ കുരിശാണ്, പാഷാണ്ഡത പഠിപ്പിക്കുന്ന കുരിശാണ് എന്ന് ആരോപിക്കുന്നത്? ഇതിനെ മാനിക്കയൻ കുരിശ് എന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ട്? ഇതിന് ഉത്തരം ഒരുപാട് പേര് നൽകിയിട്ടുണ്ട്. അതൊന്ന് ക്രോഡീകരിച്ചിട്ട് മണ്ണുറം പറമ്പിലച്ചൻ ഒരു ബുക്കിലെറ്റ്, ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലത്തെ ഏതാനും പാരഗ്രാഫുകൾ ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ വളരെ ശക്തമായ ഒരു തെളിവാകുമല്ലോ. ആദ്യമായി മാർത്തോമാ ശ്ലീഹായെ മാനിക്കേസുമായി ബന്ധിപ്പിച്ചത് ഒരു പി വി മാത്യു ആണ് 1974. ഈ വളരെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ക്രൈസ്തവതയെക്കുറിച്ച് മാത്രമല്ല ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമെല്ലാം വളരെ വിചിത്രമായ ആശയങ്ങളുണ്ട്. അങ്ങാരുടെ ഭാവനയിൽ വിരിഞ്ഞതാണ് ഈ മാർത്തോമാ ശ്ലീഹ എന്ന് പറയുന്നത് മാനിക്കയൻ കുരിശാണെന്ന്. അദ്ദേഹം ഈ PV മാത്യു അങ്ങനെ 74-ലും 77-ലൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു. ആ ചുവട് പിടിച്ച് PK മാത്യു, മറ്റൊരു PK മാത്യു ഏറ്റുമാനൂരുള്ള മാത്യു 1991 മെയ് മാസത്തെ അസീസി മാസികയിലൂടെ ഈ മാർത്തോമാ ശ്ലീഹ മാനിക്കയൻ കുരിശാണ് എന്നത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനൊരു കാരണമുണ്ട്. 1988 അതിനൊരു വർഷം മുമ്പ് ഈ അതിരമ്പുഴ പള്ളിയുടെ കാര്യം പറയാൻ പോണേ, അവിടെ ഞാൻ വേദപാഠം പഠിപ്പിച്ചിരുന്നു. 1988 ഏപ്രിൽ മാസം 21-ാം തീയതി അതിരമ്പുഴ പള്ളിയിലെ മധുബഹയിൽ നിന്ന് ക്രൂശിത രൂപം മാറ്റി മാർത്തോമാ ശ്ലീഹ പ്രതിഷ്ഠിച്ചു. 1963 ക്രൂശിത രൂപം വെച്ചത്. അതൊരു മാർത്തോമാ ശ്ലീഹയായിരുന്നു. 1963 ഇത് വെച്ചെന്നുള്ളത് തെളിവൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറ്റി 1988 കുരിശുരൂപം മാറ്റി മാർത്തോമാ ശ്ലീഹ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചു. അപ്പൊ അതിനെതിരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ PK മാത്യു ഇത് മാനിക്കയൻ കുരിശാണ് എന്നെല്ലാം പറഞ്ഞിട്ട് 1991 അതായത് 88 കുരിശ് സ്ഥാപിച്ചു. അപ്പോ 91 പ്രതികരിക്കുന്നത് ഇല്ലേ? കോട്ടയത്ത് വെച്ച് അടി കിട്ടി എറണാകുളത്ത് വന്നപ്പോഴാണ് വേദനിച്ചെന്നുള്ള മട്ടിലാണ്. അത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്ന് വെച്ചാൽ വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് മാനിക്കയൻ കുരിശാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ഇത് മാനിക്കയൻ കുരിശാണ് എന്ന് പറയുന്നവര് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നമുക്കൊന്ന് കാണാം. ഒന്ന്, 3-ാം നൂറ്റാണ്ടില് റൂഹാദ് കൂദാച്ച് തമ്പുരാന്റെ മനുഷ്യാവതാരമാണ് താൻ എന്ന് മാനി എന്നൊരാൾ അവകാശപ്പെട്ടിരുന്നു. മാനി അയാൾ സ്ഥാപിച്ച മതത്തെയാണ് ഈ മാനിക്കയൻ മതം എന്ന് പറയണേ. ഈ പുതിയ മതസ്ഥര് തങ്ങളുടെ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ വണക്ക വസ്തുവായി പ്രത്യേക പ്രതീകങ്ങളോട് കൂടിയ ഒരുതരം
കുരിശ് പ്രതിഷ്ഠിക്കുകയുണ്ടായി. അവർ പറയുന്ന ന്യായമാണ് കേട്ടോ ഞാൻ പറയണേ. ആ കുരിശിന്റെ തനി പകർപ്പാണ് ഈയിടെ മാർത്തോമാ കുരിശ് എന്ന പേരിൽ നമ്മുടെ ദേവാലയ സ്ഥാനം പിടിച്ചിരിക്കുന്ന പേർഷ്യൻ കുരിശ്. അസീസി മാസികയില് മെയ് 1991 PK മാത്യു, പേജ് 24. കുരിശിനടിയിലായി കാണിച്ചിരിക്കുന്ന താമരപ്പൂവല്ല, നന്മയുടെ ലോകങ്ങളിലേക്ക് തിന്മയുടെ ആകർഷകത്തെ കടത്തിവിടാതിരിക്കാൻ മാനി നിർമ്മിച്ച സംരക്ഷണ വലയങ്ങളുടെ പ്രതീകമാണ്. ഇതേ പുസ്തകത്തിൽ ഇതേ പേജില്. കുരിശിന്റെ മുകളിൽ പ്രാവ് സാക്ഷാൽ മാനി തന്നെയാണ്, പരിശുദ്ധാത്മാവല്ല. ഇതിനെല്ലാം സാധൂകരിക്കുന്നതാണ് ഇതിന് ചുറ്റുമുള്ള ഈ പാഹ്ലവി ലിഖിതങ്ങളുടെ വ്യാഖ്യാനം, ഈ മാത്യു നൽകുന്ന വ്യാഖ്യാനം. ഇതാണ് ഈ 3 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് മാർത്തോമാ സ്ലീബയല്ല, മാനിക്കയൻ കുരിശാണ് എന്ന് PK മാത്യു ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ കുറെ പേര് അത് ശരിയാണെന്ന മട്ടിൽ അങ്ങ് തുടങ്ങി. ഈ തെക്കൻ ബാബിലോണിയയില്, ഇപ്പോഴത്തെ ഇറാഖ്, ക്രിസ്തുവർഷം 216 ഏപ്രിൽ 14 ഈ പറഞ്ഞ മാനി ജനിച്ചത്. കുബ്രിക്കസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. വെളിപാടുകളെ തുടർന്ന് മാനി എന്ന പേര് സ്വീകരിച്ച് തന്റെ മതസംഹിതർ പ്രചാരണം ആരംഭിച്ചു. സ്വരവാർഷൻ മതത്തിൽ നിന്നും മറ്റും പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു. ഒരുപാട് യാത്രകൾ നടത്തി. അങ്ങനെയാണ് ഈ മാനിക്കേയൻ. തീർച്ചയായിട്ടും അദ്ദേഹം ക്രിസ്തു മതത്തിൽ നിന്നും ധാരാളം പ്രതീകങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ക്രിസ്തുമതത്തിന്റെ ഒരു വകുപ്പോ, ഇപ്പൊ നമ്മുടെ ഈ പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പാട്ടാണ്ട വിഭാഗം പോലും ആയിരുന്നില്ല മാനിക്കേയൻ. ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചു എന്നല്ലാതെ അതൊരു പുതിയ മതമായിരുന്നു, പുതിയ മതം. ആ പുതിയ മതം അനുസരിച്ച് മാനിയാണ് പാരക്ലേത്ത. ഇപ്പൊ ചില മുസ്ലിം സഹോദരന്മാര് മുഹമ്മദാണ് പാരക്ലേത്ത എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ, അതുപോലെ മാനി പറഞ്ഞു മാനിയാണ് പാരക്ലേത്ത. ആ പാരക്ലേത്തയുടെ അവതാരമാണ് ഞാൻ എന്നുള്ളതാണ് മാനിയുടെ മതം. അത് ഒരു പുതിയ മതമാണ്. ക്രിസ്തുമതത്തിന്റെ ഒരു ഉപവിഭാഗം പോലുമല്ല, ഒരു പാഷാണ്ഡ വിഭാഗം പോലുമല്ല, അത് ഒരു സെക്ട് പോലുമല്ല, ഒരു പുതിയ മതമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കൊക്കെ വായിച്ചു നോക്കാം. ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ജ്ഞാനവാദത്തിന്റെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു പുതിയ മതമാണ്. പക്ഷെ ചിഹ്നങ്ങൾ പലതും ഇപ്പം ഇസ്ലാമില് പല ക്രിസ്തീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മാനിയും ചില ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മാർത്തോമാ സ്ലീബായും മാനിക്കയന്റെ മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് നമുക്ക് ചർച്ച ചെയ്യണം. ഈ PK മാത്യു ആരോപിച്ചതുപോലെയും PK മാത്യുവിന്റെ ആരോപണം അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ കുറെ പേരുണ്ട്. അവരുടെയും ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തതായി, മാനിക്കയർ തങ്ങളുടെ ദേവാലയങ്ങളിൽ വണക്ക വസ്തുവായി ഒരു പ്രത്യേക തരം കുരിശ് സ്ഥാപിച്ചു എന്നാണല്ലോ ഇവര് പറയണേ. PK മാത്യു ഒക്കെ കൂട്ടരും പറയണേ. അത് തന്നെ തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം കുരിശെന്നല്ല ഒരു തരത്തിലുള്ള പ്രതീകങ്ങളും അവരുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ഏതാണ് നമ്മുടെ പെന്തക്കോസ്ത യഹോവ സാക്ഷികളെ പോലെയാ. അതെല്ലാം വിഗ്രഹാരാധനയായിട്ടാണ് മാനി കണ്ടിരുന്നത്. അതുകൊണ്ട് കുരിശെന്നല്ല ഒരു പ്രതീകങ്ങളും അവർ ആരാധനയ്ക്കാൻ ഉപയോഗിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ PK മാത്യു പറഞ്ഞ കാര്യം അത് ഇല്ലേ, അവരുപയോഗിച്ചിരുന്നത് വെറും ഭാവന സൃഷ്ടിയാണ്. സത്യവുമായിട്ടും ചരിത്രമായിട്ടും യാതൊരു ബന്ധവുമില്ല. 2, ഈ മാനിക്കയൻ കുരിശ് സിദ്ധാന്തം PK മാത്യു പറഞ്ഞ ഇല്ലേ, അദ്ദേഹം പറഞ്ഞത് ഈ മാനിയാണ് കുരിശ് സ്ഥാപിച്ച് അതിന്റെ വണക്കം തുടങ്ങിയെന്നാണ്. എന്തൊരു വിഡ്ഢിത്ത അത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇല്ലേ. യഹൂദന്മാർ തന്നെ കുരിശ് ഉപയോഗിച്ചിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ ഇറാഖിലൊക്കെ ഈ കുരിശിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ പക്ഷെ സഭയിൽ ഔദ്യോഗികമായിട്ട് വണക്കം തുടങ്ങുന്ന 4-ാം നൂറ്റാണ്ടിൽ ഈ ഹെലന രാജ്ഞി കുരിശ് കണ്ടെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് തന്നെ ഈ PK മാത്യു പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഈ കുരിശിന് താഴെ ഉള്ളത് താമരയുടെ ഇലകളല്ല, ഈ നന്മയുടെ ലോകം തിന്മയുടെ ലോകം. അത് തമ്മിൽ ഇല്ലേ അതാണ് ഈ ജ്ഞാനവാദം. ജ്ഞാനവാദം പറയുന്നത് നന്മയും തിന്മയിൽ സംഘർഷം മാത്രമാണ്. ആ 2 ലോകങ്ങൾ, തിന്മയുടെ ലോകം നന്മയുടെ ലോകം, അതിന് പ്രതിദാനം ചെയ്യുന്നതാണ് ഈ താമരയുടെ ഇതളുകൾ എന്നാണ് ഈ PK മാത്യുവിന്റെ ഭാഷ്യം. അത് തന്നെ തെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഈ ഏദൻ തോട്ടത്തിന്റെ കഥയെല്ലാം പറഞ്ഞു. അതിലേക്ക് ഒരല്പം സാംസ്കാരിക പൈതൃകം കൂടി നമുക്ക് കൊണ്ടുവരാനുണ്ട്. തോമാസ് ലീഗ കേരളത്തിൽ വന്നപ്പോൾ അന്ന് പലരും വിചാരിക്കുന്ന പോലെ ഹിന്ദുക്കള് കേരളത്തിലില്ല.
ഹിന്ദുക്കൾ കേരളത്തിൽ വരുന്നത് AD 400-ലാണ്. നിങ്ങൾ കേരള സാഹിത്യ അക്കാദമിയുടെ MT വാസുദേവൻ നായർ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇറക്കിയ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ഡയറി ഉണ്ട്, അതിന്റെ ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയോളൂ. അവിടെ കേരളത്തില് ഹിന്ദുക്കളില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബുദ്ധമതക്കാര്, ജൈനമതക്കാര്, ദ്രാവിഡ മതക്കാര്, യഹൂദന്മാര്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് കൂടി ഉണ്ടായിരുന്നത്. യഹൂദന്മാര്, ദ്രാവിഡ മതക്കാര്, ബുദ്ധമതക്കാര്, ജൈനമതക്കാര്. അപ്പോൾ ബുദ്ധമതത്തിന്റെ ചിഹ്നമായിരുന്നു താമര. ബുദ്ധമതമായിരുന്നല്ലോ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് ആദ്യത്തെ 5 നൂറ്റാണ്ടുകള്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ, ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരങ്ങൾ വന്ന് ബുദ്ധമതത്തിൽ നിന്നാണ്. ജൈനമതം ക്ഷയിച്ചു തുടങ്ങി. പിന്നീട് AD 400-ല് ഹിന്ദുക്കൾ വന്നു. പിന്നെ ഭക്തിപ്രസ്ഥാനത്തിലൂടെ 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഹിന്ദുക്കള് വളരെ എന്താ പറയുക ശക്തി പ്രാപിച്ചു. അപ്പോൾ ബുദ്ധമതം ക്ഷയിച്ചു. അങ്ങനെ ബുദ്ധമതത്തിന്റെ പല അമ്പലങ്ങളും ഹിന്ദുക്കള് കയ്യേറി അങ്ങനെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ കാലടിയിൽ ശങ്കരൻ ജാതി വ്യവസ്ഥ നടപ്പാക്കി 8-ാം നൂറ്റാണ്ടില്. അപ്പൊ അതിന് മുൻപ് തോമസ് ലീഗ വരും. അപ്പോൾ നമ്മൾ ചോദിക്കാം, അപ്പൊ നമ്പൂതിരിമാരെ മാനസാന്തരപ്പെടുത്തി എന്ന് പറയുന്ന കഥയോ? അത് ശരി തന്നെ. പക്ഷെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് ഈ ബുദ്ധമതത്തിലെ വിഹാറിലെ പൂജാരിമാരാണ്, ബുദ്ധവിഹാറിലെ പൂജാരിമാര്, അല്ലാതെ ഹിന്ദുക്കളായിരുന്നില്ല. അപ്പോൾ അവരെ പിന്നെ പൂണൂലിട്ടായിട്ട് ഹിന്ദുക്കളാക്കി മാറ്റുകയാണ്. ബുദ്ധവിഹാറിലെ പൂജാരിമാരെയാണ് നമ്പൂതിരിമാരെന്ന് വിളിച്ചിരുന്നത്. ചുരുക്കത്തിൽ നമ്മള് ഈ പറവൂര് പള്ളിയിൽ ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾ പോലും, ഗൈഡ് പോലും ചിലപ്പോൾ പറയാ ഹിന്ദുക്കളെന്ന് പറയാ. ഹിന്ദുക്കളല്ല, ജൈനമതക്കാരായിരുന്നു അവിടെ. പാലയൂര് ജൈനമതക്കാരായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധമതക്കാരായിരുന്നു, അല്ലാതെ ഹിന്ദുക്കളല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജൈനമതവും ബുദ്ധമതവും ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ പലരും ഹിന്ദുമതം സ്വീകരിച്ചിട്ടുണ്ടാകാം. അത് പിന്നീട് 4-ാം നൂറ്റാണ്ടിന് ശേഷം. തോമസ് ലീഗ വരുമ്പോൾ അങ്ങനെയല്ല. തോമസ് ലീഗ വരുമ്പോൾ സാംസ്കാരികമായിട്ട് നോക്കിയാലും മതപരമായി നോക്കിയാലും ബുദ്ധമതക്കാരായിരുന്നു പ്രബലര്. പിന്നെ ദ്രാവിഡ മതക്കാര്. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഈ പൂർവികരെ സ്മരിക്കുക, പ്രകൃതിയെ ആരാധിക്കുക, അതിനെയാണ് ഈ ദ്രാവിഡ മതം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രകൃതി മതങ്ങള്, പിന്നെ ആകാശ ശക്തികളൊക്കെ പൂജിക്കുന്ന ആ രീതിയാണ് ദ്രാവിഡ മതം എന്ന് നമ്മൾ പറയണേ. കാനാന്യരുടെയൊക്കെ രീതി എന്ന് പറയല്ലോ നമ്മള്. മെസപ്പൊട്ടോമിയയില് ആകാശഗോളങ്ങളെ ആരാധിക്കുന്നവര്, കാനാനിത് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവര്, മലകളെ ആരാധിക്കുന്നവര്, വൃക്ഷങ്ങളെ ആരാധിക്കുന്നവര്, അതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധമതത്തിൽ നിന്നാണ് നമുക്ക് ക്രിസ്തുമതം സ്വീകരിച്ചവര്. അപ്പോൾ ആ ബുദ്ധമതത്തിന്റെ ചിഹ്നമായിരുന്നു താമര. അതിനുമേൽ ക്രിസ്തുവിന്റെ വിജയം, ആ അർത്ഥത്തിലാണത്. അല്ലാതെ ഈ PK മാത്യു കണ്ടുപിടിച്ച നന്മയുടെ ലോകവും തിന്മയുടെ ലോകം തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി മാനി ഉണ്ടാക്കിയ സംഗതിയല്ല ഈ താമര ഇതള്. പിന്നെ പറയുന്ന സംഗതി, മാനി പാറക്കളത്തെന്ന് വാദിച്ചിരുന്നു, സ്വയം വിചാരിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാ. പക്ഷേ പ്രാവാണ് ഈ പാറക്കളത്തായുടെ ചിഹ്നമെന്ന് മാനി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാറക്കളത്ത താനാണെന്ന് മാനി അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രാവാണ് ഈ പാറക്കളത്തയുടെ ചിഹ്നമെന്ന് മാനി ഒരിക്കലും പറഞ്ഞതായിട്ട് ഇതുവരെ നമുക്ക് തെളിവുകളില്ല. മാത്രമല്ല, ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ഈ മാനിയാണോ പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് അവതരിപ്പിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും പിന്നെ പുതിയ നിയമത്തിലെ എല്ലാ സുവിശേഷകന്മാരും പ്രാവിന്റെ ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷങ്ങള്. അപ്പൊ മാനിയാണ് പാറക്കളത്തയെ പ്രാവായിട്ട് ആദ്യം അവതരിപ്പിച്ചത് എന്ന് PK മാത്യു പറഞ്ഞ് ശരിയാണെങ്കിൽ സുവിശേഷങ്ങളൊക്കെ മാനി കേസാ. സുവിശേഷങ്ങൾ മാനി കേസായിട്ട് മാറും. വെറുതെ തട്ടിപ്പാണ് PK മാത്യുവും അവരെ ഫോളോ ചെയ്യുന്നവരും പറഞ്ഞുണ്ടാക്കിയത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ യൂറോപ്പിലൊക്കെ ഒന്ന് ഈ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയം, ജോൺ ലാറ്ററൻ സഭ, ലാറ്റർ എന്ന വാക്കിനൊക്കെ അർത്ഥമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദേവാലയത്തിന്റെ പ്രധാന ഭാഗത്ത് വെച്ചിരിക്കുന്ന കുരിശിന് മുകളില് ഈ പ്രാവുണ്ട്. ലത്തീൻ സഭയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മൈലാപ്പൂരില് ഇല്ലേ, അവർ പ്രാവുള്ള കുരിശ വെച്ചിരിക്കുന്നത്. ഇനി ഇറ്റലിയില് പിയച്ചൻസ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയുള്ള കുരിശിന് മുകളിൽ പ്രാവുണ്ട്. മിലാനിലെ പള്ളിയില് കുരിശിന് മുകളിൽ പ്രാവുണ്ട്. റവന്ന ഇല്ലേ, ഇറ്റലിയിലെ റവന്ന പള്ളിയില് ഇതുണ്ട്, ഈ പ്രാവുണ്ട് കുരിശിന് മുകളില്. അപ്പൊ ഈ റോമാ സഭയിലെ കുരിശിന് മുകളിലുള്ള പ്രാവൊക്കെ മാനി കൊണ്ടുവച്ചതാണോ? മാനിക്കൈൻ കുരിശാണോ? PK മാത്യു ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ പിന്തുടരുന്ന എറണാകുളത്തും ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും കുറച്ച് പേരുണ്ടല്ലോ മാനിക്കൈനും വാദികള്. നിങ്ങൾ മറുപടി പറയൂ. ഈ പൊട്ട കിണറ്റിലെ തവളയെ പോലെ പറയാതെ
കാര്യങ്ങൾ കൃത്യമായിട്ട് പറയൂ, രേഖകൾ സഹിതം പറയൂ. ഇനി അവസാനമായിട്ട് ഈ പാഹ്ലവി ഈ ഭാഷ, അത് മാനി ഇല്ലേ, മാനി ഉണ്ടാക്കി, മാനി അതിൽ എഴുതി വെച്ചിരിക്കുന്ന പേർഷ്യൻ ഭാഷയിൽ എന്ന് പറഞ്ഞിട്ടാണ്. പാഹ്ലവി ഭാഷ മാനിക്കാൻ ഭാഷയല്ല, അത് സൊറവാഷ്ട്ര മതത്തിന്റെ ഭാഷയാണ്. അറബി നാട്ടിലെ സൊറവാഷ്ട്ര മതം മാനിയെ എതിർക്കുക ചെയ്തത്, മാനിക്കേസ് എതിർക്കുക ചെയ്തത്. മാനിക്ക് സ്വന്തമായിട്ടൊരു ഭാഷയും ലിപിയൊക്കെ ഉണ്ടായിരുന്നു. ഉർഫൻ കയ്യെഴുത്ത് പ്രതികൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഭാഷ എടുത്തത്. ഉർഫൻ എന്ന് പറഞ്ഞ ഭാഷയിൽ നിന്ന്. മാനി സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ ഉർഫനാണ്. അപ്പൊ മാനിയാണ് മാർത്തോമാ സ്ലീവ ഉണ്ടാക്കിയെങ്കിൽ ഉർഫൻ ഭാഷയിലല്ലേ എഴുതേണ്ടത്? പാഹ്ലവി ഭാഷയിലാണോ? ആണോ? സൊറവാഷ്യൻ ഭാഷയിലാണോ? അങ്ങോരിക്കൊരു മാനിക്കുണ്ടായിരുന്നല്ലോ ഒരു ഭാഷ. ഉർഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയുടെ കയ്യെഴുത്ത് പ്രതികൾ ഉപയോഗിച്ചിട്ടാണല്ലോ മാനി ഉപയോഗിച്ചിരുന്നത്. അപ്പോ അദ്ദേഹം ഉണ്ടാക്കിയ കുരിശിലെങ്കിലും അദ്ദേഹം ഉപയോഗിച്ച ഭാഷയല്ലേ വേണ്ടത്, അല്ലാതെ അദ്ദേഹത്തെ എതിർത്ത സർവാക്ഷ മതക്കാരുടെ ഭാഷയാണോ വേണ്ടത്? ഇനി അവസാനമായിട്ട് ഈ പൗലോമിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്ടർ A.D. ബർണൽ 1873 ഈ പാഹ്ലവി ഭാഷയിൽ എഴുതിയിരിക്കുന്ന മാർത്തോമാ സ്ലീവയുടെ ചുറ്റും എഴുതിയിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിന്റെ തർജ്ജമ ഏകദേശം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ പണിഷ്മെന്റ് ബൈ ദ ക്രോസ് ദ സഫറിംഗ് ഓഫ് ദിസ് ഹു ഈസ് ദ ട്രൂ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് അബവ് ആൻഡ് ഗൈഡ് എവർ പ്യൂർ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ പണിഷ്മെന്റ് ബൈ ദ ക്രോസ്, കുരിശിന്റെ ശിക്ഷയാൽ, ദ സഫറിംഗ് ഓഫ് ദിസ് ഹു ഈസ് ദ ട്രൂ ക്രൈസ്റ്റ്, യഥാർത്ഥ ക്രിസ്തുവായവൻ, മുകളിലെ ദൈവം, ആൻഡ് ഗൈഡ് എവർ പ്യൂർ, ഏറ്റവും ശുദ്ധമായ നിർമ്മലനായ മാർഗദർശി. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വാക്കില് ഈ ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് P.K. മാത്യു എന്ത് ചെയ്യുന്ന അറിയോ? ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ് എന്നാണ് കൊടുക്കുന്നത്. മനഃപൂർവ്വം ആ ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് തന്നെ മാറ്റിയിരിക്കുക. കാരണം എന്താണ്? മാനി പറഞ്ഞിരുന്നത് മാനിയാണ്, മാനിക്കാൻ ഇതിലത്തെ മാനി പറഞ്ഞത് ഞാനാണ് പാറക്കലേത്ത. അപ്പൊ ട്രൂ ക്രൈസ്റ്റ് അവിടെ എഴുതിയാല് അത് ക്രിസ്തുവിലേക്കുള്ളോ ചൂണ്ടുക. അത് മാറ്റാൻ വേണ്ടിയാണ് P.K. മാത്യു ട്രൂ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് വിട്ട് കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അവിടെ ഗോഡ് എന്ന് എഴുതിയിരിക്കുക. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കാൻ വേണ്ടിയാണ്. ട്രൂ ക്രൈസ്റ്റ് എന്ന വാക്ക് മാറ്റിയിട്ട് ഗോഡാക്കി, ഗോഡ് അബവ് എന്നാക്കി, എന്നിട്ട് അത് പാറക്കളത്തയാണ് എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ഇത് ഇച്ചിരി കട്ടിയാണ് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞതിന് ചുരുക്കം ഇതാണ്: ബോധപൂർവം ഈ കുരിശിനെ അവഹേളിക്കാനും ഈ കുരിശിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സഭ അത് കൊണ്ടുവരുമ്പോൾ അതിനെതിർക്കാനും വേണ്ടി P.K. മാത്യുവും അങ്ങനെയുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഇത് മാനിക്കാൻ കുരിശാണ് എന്നുള്ള ആ സിദ്ധാന്തം. അതിനാൽ ഇതൊന്നും തന്നെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഈ കുരിശ് നമ്മുടെ ചിഹ്നമാണ്, ദേശീയ പതാക പോലെ ഒരു ചിഹ്നമാണ് നമ്മുടേത്. അത് നമ്മൾ അതിന്റെ ദൈവശാസ്ത്രത്തിൽ ഉൾക്കൊള്ളണം. ഞാൻ ഈ മാനിക്കാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള ഒരു പ്രസാദാത്മകമായ കാര്യം പോയിട്ടുണ്ടാവും. ഞാനതുകൊണ്ട് ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മള് ഏലിയ സ്ലീവ മൂശക്കാലത്ത് കുരിശടയാളത്തോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കണേ. കുരിശടയാളത്തോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന കർത്താവ്, അത് ലിറ്റർജിയിലെ ഒരു ഭാഷയാണ്. തിരുവുത്ഥാനത്തിലൂടെ മഹത്വീകരിക്കേണ്ട മിശിഹായുടെ സാന്നിധ്യമാണ് ഈ വിശുദ്ധ സ്ലീവ. അതുകൊണ്ട് തന്നെ നമ്മുടെ റാസകുർബാനയിൽ സ്ലീവ ചുംബനമുണ്ട്. മനോഹരമായ റാസകുർബാനയിൽ മനോഹരമായ പാട്ടുണ്ട്. സ്ലീവ ചുംബനത്തിന്റെ സമയത്തിൽ പാട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സ്ലീവ നമ്മുടെ ജീവിതത്തിന്റെ, ആരാധനയുടെ, ആരാധനക്രമത്തിന്റെ, നമ്മുടെ ചരിത്രത്തിന്റെ, ദൈവശാസ്ത്രത്തിന്റെ അവിഭാജ്യമായ ചിഹ്നമാണ്, സജീവമായ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇത് മരണത്തിന്റെ മാത്രമല്ല, പുനരുത്ഥാനത്തിന്റെയും ജീവന്റെയും തൃത്വത്തിന്റെയും സഭയുടെയും ജീവവൃക്ഷത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിസ്തീയമായിട്ടുള്ള സകല ചിഹ്നങ്ങളും സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു അടയാളമാണ്. അതിനാൽ അതിനോടുള്ള ബഹുമാനമുണ്ടാകുക, സഭയോട് കൂറ് പുലർത്തുന്നവർക്കൊക്കെ ഇതിനോട് അഭിമാനം ഉണ്ടാകുക. ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ദേശീയ പതാക കാണുമ്പോൾ, ത്രിവർണ്ണ പതാക കാണുമ്പോൾ നമുക്കൊരു വികാരമുണ്ട്, ദേശവികാരം, ദേശീയത. അതുപോലെ മാർത്തോമാ സ്ലീവ, അത് നമുക്ക് ആരാധനയുടെ ഒരു വികാരം വേണം. അതുപോലെ തന്നെ ഒരു സഭാവികാരം അതുകൂടി ഉണ്ടാകാനും, അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുന്ന ചിഹ്നമായി മാർത്തോമാ സ്ലീവ നിലനിൽക്കാനും ഇടയാകട്ടെ.